നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 25-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണ്, പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര യാത്രകൾ സുഗമമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പ്രാഥമിക യാത്രാരേഖ മാത്രമാണിതെന്നും പാസ്പോർട്ട് സേവാ ദിവസിനോട് അനുബന്ധിച്ചുകൊണ്ട് മന്ത്രാലയം വ്യക്തമാക്കി. 2025 വർഷത്തിൽ 1.31 കോടി പാസ്പോർട്ടുകൾ ഉൾപ്പെടെ 1.5 കോടിയോളം സേവനങ്ങളാണ് മന്ത്രാലയം നൽകിയത്. പോലീസ് പരിശോധനാ സമയം ഒഴിവാക്കിയാൽ വെറും 6 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ പാസ്പോർട്ട് നൽകാൻ സാധിക്കുന്നുണ്ട്. ഇത് സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിൽ വലിയ പുരോഗതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിലവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ എത്തുന്ന പൗരന്മാർ ശരാശരി 45 മിനിറ്റ് മാത്രമാണ് ചെലവഴിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. പാസ്പോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം വ്യക്തികൾക്കല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വത്താണെന്നും സർക്കാർ ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകേണ്ടതാണെന്നും പാസ്പോർട്ടിൻ്റെ പിൻവശത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ മറ്റൊരു ഹർജി പരിഗണിക്കവേ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ലെന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരുന്നു. അത് കേവലം ഒരു വ്യക്തിവിവര രേഖ, ഐഡൻറ്റിറ്റി പ്രൂഫ് മാത്രമാണ്. വോട്ടർ ഐ.ഡിയും നിലവിൽ പൗരത്വ രേഖയായിട്ട് കണക്കാക്കുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, LPG ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുക. ജൂൺ 30-നകം ഈ KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി നഷ്ടമാകും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന PMUY ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ LPG പാചകവാതക ഉപഭോക്താക്കളും 2026 ജൂൺ 30-നകം ഈ KYC പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. നിശ്ചിത സമയത്തിനകം തന്നെ ഈ KYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വാതക ഗതാഗതത്തിൻ്റെ 20% കൈകാര്യം ചെയ്യുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയായിരുന്നു. എന്നാൽ ഈ കടലിടുക്ക് അടച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ LPG വിതരണ ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിരവധി ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് LPGക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. നിലവിൽ ഈ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം ബാധകമാവുകയെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് ഈ KYC പൂർത്തിയാക്കിയ ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കാലവർഷത്തിലുണ്ടായ വലിയ കുറവ് മൂലമുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ഉപഭോക്താക്കൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. മുൻകാലങ്ങളിൽ വേനൽക്കാലത്തെ ഉയർന്ന ഉപഭോഗം നേരിടാനായിട്ട് വരുത്തിയിരുന്ന അധിക ചെലവാണ് സർചാർജായിട്ടും നിരക്ക് വർധനയായും ഉപഭോക്താക്കളിലൊക്കെ തന്നെ എത്തിയിരുന്നതെങ്കിൽ നിലവിലെ കടുത്ത പ്രതിസന്ധി കാരണം ജൂൺ ഉൾപ്പെടെയുള്ള വർഷകാല സീസണിലെ വൈദ്യുതി ഉപഭോഗത്തിനും വരും ദിവസങ്ങളിൽ സർചാർജ് നൽകേണ്ടി വരും. നിലവിൽ പീക്ക് അവറുകളിൽ യൂണിറ്റിന് 10 രൂപയിലധികം ഉയർന്ന നിരക്കിലാണ് KSEB വൈദ്യുതി വാങ്ങുന്നത്. ഇതിന് പുറമെ മുൻപ് ഒപ്പുവെച്ച പവർ ബാങ്കിംഗ് കൈമാറ്റ കരാറുകൾ പ്രകാരം വിവിധ സംസ്ഥാനങ്ങൾക്ക് 500 മെഗാവാട്ട് വരെ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ബാധ്യതയും ബോർഡിനുണ്ട്. സാധാരണയായി വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയും ഉപഭോഗം കുറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അതേ അളവിൽ തിരികെ നൽകുകയുമാണ് KSEB ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് മഴ കുറയുകയും ആഭ്യന്തര ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്തതോടെ വാങ്ങിയ വൈദ്യുതി അതേ അളവിൽ തിരികെ നൽകാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത നിലവിലെ സംസ്ഥാന വൈദ്യുതി ക്ഷാമം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ സജീവമായെന്ന റിപ്പോർട്ടുകൾ KSEB പ്രതീക്ഷയോടെയാണ് കാണുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാവുകയും അന്തരീക്ഷ ഊഷ്മാവ് കുറയുകയും ചെയ്താൽ വിപണിയിൽ ആവശ്യാനുസരണം വൈദ്യുതി ലഭ്യമാകുമെന്നാണ് ബോർഡിൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ വരുന്ന ഡിസംബർ മാസം വരെയുള്ള പീക്ക് സമയത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഹ്രസ്വകാല കരാറുകളിലൂടെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB ടെൻഡർ ക്ഷണിച്ചതിന് അനുമതി തേടിയുള്ള അപേക്ഷ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കുകയാണ്. ഈ വിഷയത്തിലുള്ള പൊതു തെളിവെടുപ്പ് നടക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയുടെ എഥനോൾ മിശ്രിത പദ്ധതി തികച്ചും സുരക്ഷിതവും ഉപഭോക്തൃ സൗഹൃദവും സാമ്പത്തികമായിട്ട് ലാഭകരവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. E20 ഇന്ധനം, അതായത് 20% എത്തനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസികളുടെയൊക്കെ തന്നെ സാധുതയെ ബാധിക്കുമെന്ന രീതിയിൽ ഉയർന്നു വന്ന ആശങ്കകളെ
സർക്കാർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എത്തനോൾ മിശ്രിതമാക്കുന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണെന്നും അമേരിക്ക, ബ്രസീൽ, ജപ്പാൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വികസിത രാജ്യങ്ങളിൽ ഇത് വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ബ്രസീൽ ആകട്ടെ ദീർഘകാലമായിട്ട് ഉയർന്ന അളവിലുള്ള എത്തനോൾ മിശ്രിതമാണ് ഉപയോഗിക്കുന്നതെന്നും അവിടെ E27 ആണ് സാധാരണ പെട്രോൾ മാനദണ്ഡമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പദ്ധതി വഴി രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും സർക്കാർ അറിയിച്ചു. എത്തനോൾ മിശ്രിത പദ്ധതിയിലൂടെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ 1.4 ലക്ഷം കോടിയിലധികം രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചതായിട്ടും സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറന്തള്ളലൊക്കെ തന്നെ കുറയ്ക്കുന്നതിനും ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഒപ്പം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വാഹനങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ മാറ്റം വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ സുരക്ഷിതവും സുതാര്യവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായിട്ടുള്ള രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായി തന്നെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ജൂലൈ മാസം 1-ന് ആരംഭിക്കുന്ന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഈ സ്കോളർഷിപ്പും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ടുള്ള പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ ജനപ്രിയ പദ്ധതി തുടരാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ നിലവിൽ ലഭിക്കാനുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഉടൻ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ പുതിയ അപേക്ഷകളൊക്കെ തന്നെ സ്വീകരിക്കാനും സർക്കാർ തീരുമാനിച്ചതായിട്ടാണ് സൂചന. 18 വയസ്സ് പൂർത്തിയായ പഠനം കഴിഞ്ഞ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. സർക്കാർ പൊതുമേഖലാ ജോലികൾക്കായി തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന അതായത് സ്കിൽഡ് ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുക. 30 വയസ്സാണ് പരമാവധി പ്രായപരിധി. കൂടാതെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് ഏകദേശം 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായിട്ട് സഹായം ലഭിച്ചിരുന്നുവെങ്കിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ ഒരുപാട് അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികളൊക്കെ തന്നെ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുന്നതിനായിട്ട് സർക്കാർ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് പെൻഡിങ് വെച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെയൊക്കെ തന്നെ നിലവിലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ഫണ്ട് റിലീസ് ചെയ്യുകയും ആനുകൂല്യം അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ പരിശോധനകൾക്കായിട്ടുള്ള സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെന്ന കാര്യം നിലവിലെ എല്ലാ വീട്ടമ്മ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കുക. അപേക്ഷ അംഗീകരിക്കപ്പെടാത്തവരും പ്രത്യേകം ഇക്കാര്യമൊന്ന് മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഇന്നലെ ജൂൺ 24-ാം തീയതി നമ്മുടെ സംസ്ഥാനം തുടക്കമായിരിക്കുകയാണ്. ഇന്നലെ ആരംഭിച്ചതിനാൽ തന്നെ ഇന്നലെ തുക ലഭിച്ചില്ലെങ്കിലും ഇന്നും അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തുന്നതായിരിക്കും. മുഹൂർത്തത്തിന് മുൻപ് തന്നെ തുക ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് നിലവിലെ ഔദ്യോഗിക അറിയിപ്പ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങൾ വഴിയും 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പെൻഷൻ വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഏകോപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചില സഹകരണ ബാങ്കുകൾ തുക പിടിച്ചുവയ്ക്കുകയും നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യസമയത്ത് തന്നെ തുക വിതരണം ചെയ്യണമെന്ന് ബാങ്കുകൾ കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉള്ളവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവർക്കും ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ്. ജൂലൈ മാസം 3-ാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. ഇനി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള രേഖകൾ അത് നൽകാനും കേവലം 4-5 ദിവസങ്ങൾ കൂടി മാത്രമാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും തന്നെ നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രമാണ് ഇപ്പോൾ അത് സമർപ്പിക്കേണ്ടത്. ഇനി അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് അത് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. 2026 ജൂൺ 24-ാം തീയതി ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,230 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
കൃഷൽ മീഡിയ. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.